ഉമ്മ ഉമ്മ എന്താടി? അത് അമ്മായി വരുന്നുണ്ട്. എവിടെ? അതാ വരുന്നുണ്ട് അതിയനെ. അതെന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? കുറ്റം പറയാ, അല്ലാണ്ട് എന്തിനാണ്? കല്യാണത്തിന് വന്നിട്ടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ, അപ്പൊ അത് പറയാൻ വരികയായിരിക്കും. നടക്കാൻ കിട്. അല്ലാ, നടന്ന് നടന്ന് കാലൊക്കെ കടയാൻ തുടങ്ങി. ഒരു ഓട്ടോ കിട്ടാനില്ല ഇവിടെ. കിട്ടുമല്ലോ. ചിലപ്പോ ഓട്ടം പോയിക്കായിരിക്കും. കുറച്ചേരം നിന്നതാണെങ്കിൽ കിട്ടുമായിരുന്നു. എത്ര നേരം നിൽക്കുക? എന്നിട്ടും 10-15 മിനിറ്റ് ഒക്കെ നിന്നു ഞാൻ. എന്നിട്ട് ഒന്നും കിട്ടാണ്ടായപ്പോഴാണ് നടന്ന് ഞാനും കിടക്കും. അവനെവിടെ നിന്നിട്ട് പോയിട്ടുണ്ടാ? മൂപ്പര് രാവിലെ പോയി. ചെക്കനാ? ചെക്കനത് അവളിനെ കൊണ്ടാക്കാൻ പോയിക്കണം. എവിടേക്ക്? അവള് പഠിക്കണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അവളെ അങ്ങോട്ട് ആക്കാൻ വേണ്ടി പോയിക്ക. പറയും പോലെ അവള് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് ആ കാര്യം ഓർമ്മയേ ഇല്ല. എന്തിനാ അവള് പഠിക്കണ്? എനിക്കന്ന് പറഞ്ഞപ്പോ മനസ്സിലായ തന്നെ ഇല്ല. അവള് ബി.ഫാമിന്. അത് പറഞ്ഞ എന്താണ്? എനിക്ക് മനസ്സിലായില്ലേ. ഇനിയിപ്പോ പറഞ്ഞാൽ നല്ല അമ്മായിക്ക് മനസ്സിലാവൊന്നുമില്ല. ഓ, നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്നാ എടുത്തിട്ട് വാ. വെള്ളം എന്തെങ്കിലും കളിക്കാൻ മതി കേട്ടാ. ചായ ഒന്നും ഈ നേരത്ത് വേണ്ട. നിന്റെ മാപ്പിള വന്നിട്ടുണ്ടായിരുന്നാ? ഇന്നലെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പണിയൊക്കെ ഇല്ലേ അവനക്ക്? ഉണ്ട്. എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? വെയ്യ നിനക്ക്? അമ്മായിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അവളിന് വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് വരുള്ളൂ? 4 മണിയാവും. അപ്പൊ വൈകുന്നേരം തന്നെ. അല്ല, അപ്പൊ കല്യാണമായിട്ട് അവൾ ലീവ് ഒന്നും എടുത്തില്ല? ലീവ് അധികം ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോ ഫൈനൽ ഇയർ അല്ലേ, അപ്പൊ ലീവ് അധികം എടുത്താൽ പറ്റില്ല പറഞ്ഞിട്ടേ ഒരാഴ്ച എന്തോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഇതാ മിഞ്ഞാന്ന് മുതൽ പോകാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞ പെണ്ണ് വീട്ടിൽ നിൽക്കണില്ല അതന്നെ. അവനക്ക് ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങടൊക്കെ പോകാണ്ടാവും. അവൾ ഈ പഠിപ്പ് പഠിപ്പ് പറഞ്ഞ് നടന്ന എങ്ങനെയാണ്? അവനക്ക് ആകെ 2 മാസത്തെ ലീവല്ലേ ഉള്ളൂ. അവരൊക്കെ എല്ലാവർക്കും പോക്കുണ്ട്. എപ്പോ? അവൾ വന്നിട്ട് രാത്രിയാ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അവൻ എത്ര ദിവസമായിട്ട് എൻ്റെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. അവനക്കുള്ള ആകുള്ളൊരു അമ്മായി അല്ലേ ഞാൻ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്കൊന്ന് വരണ്ടേ? എന്നിട്ട് അവിടെ മൂപ്പര് പറയന്നെ, നീ അവരുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹമൊന്നും അവർക്ക് നിൻ്റെ അടുത്ത് ഇല്ലാന്ന്. ശരിയല്ലേ അത്? അതിനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ താത്ത. ആകെ ഇപ്പോൾ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ 2-3 ദിവസം അവർ അവളുടെ വീട്ടിലും ആയിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ വരും. എല്ലാവർക്കും ഇങ്ങനെ പോകാനൊക്കെ തുടങ്ങണുള്ളൂ. വരും വരും, അന്ന് തന്നെ. അവൾ ഈ ക്ലാസ് പഠിപ്പ് പറഞ്ഞ് നടക്കുമ്പോഴേ അതിനൊക്കെ എവിടുന്ന സമയം കിട്ടുക? അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ടൊന്ന് വന്നിട്ട് പോകുക അവർക്ക് എത്ര നേരം വേണം? കഴിഞ്ഞ തിങ്കളാഴ്ച കൂട്ടിയിട്ട് വന്നതല്ല അവരിനെ ഇങ്ങോട്ട്. ഇന്നിപ്പോൾ അത് വ്യാഴാഴ്ചയായി. ഇത്ര ദിവസമായിട്ട് അവരൊന്നും അങ്ങോട്ട് വന്നാ. ഇവരങ്ങോട്ട് വരും പറഞ്ഞിട്ട് അവിടെ മുന്താസ് ഇന്നലെ വരെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നലെ വൈകുന്നേരത്തെ അവൾ അങ്ങോട്ട് പോയത്. ഇവരങ്ങോട്ട് കാണാണ്ടായപ്പോഴേ. എന്നാ താത്താക്കൊന്ന് വിളിക്കായിരുന്നോ? നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഇതൊന്നും. എന്നിട്ട് അവള് പോയാ? പിന്നെ പോകാണ്ട്. അവൾക്ക് അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങളുള്ളതല്ലേ. അവളുടെ അമ്മായിമ്മ വയ്യാണ്ട് കിടക്കുകയാണേ. ഇനി അവിടെ ഇട്ടിട്ട് എത്ര ദിവസം ഇവിടെ കാത്തിരിക്കും? ആ പെണ്ണ് പിന്നെ കൂട്ടിയിട്ട് വരാനേ വരില്ല എന്ന് പറഞ്ഞതാണ്. ആ തള്ളനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് വരാൻ പറ്റില്ല പറഞ്ഞിട്ടേ ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് ഒന്ന് വന്നത് തന്നെ. എന്നാ താത്താക്കൊന്ന് വിളിക്കായിരുന്നോ? എന്നാ ഞാൻ പിന്നെ അങ്ങോട്ട് വിട്ടാക്കുമായിരുന്നേ. ഇതൊക്കെ ഇപ്പോൾ വിളിച്ചിട്ട് വേണോ? കണ്ടറിഞ്ഞ് വരണ്ടേ? നമ്മൾ വിളിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് വിരുന്ന് വിളിക്കും പോലെയാണ്. അത് ഞാൻ വിളിക്കുന്നുണ്ട്. 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒഴിപോലെ വിളിക്കാൻ പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിലെ കുടുംബക്കാരൻ്റെയും ബന്ധുക്കാരൻ്റെയും വീട്ടിലേക്കൊക്കെ പോകാനും വിളിച്ചിട്ട് വേണോ? ഇതൊക്കെ ഒരു നാട് നടപ്പല്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യണം? നമ്മൾ അറിഞ്ഞില്ലല്ലോ മുന്താസ് അവിടെ ഉള്ള കാര്യം. അവൻ വന്നിട്ട് പറയാ നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ട് വരാന്. ഇനിയിപ്പോൾ ശനി ഞായറുമായിട്ട് 2 ദിവസം അവൾക്ക് ക്ലാസ്സും ഇല്ലല്ലോ, അപ്പം അങ്ങോട്ട് വരാൻ പറയാ. ഇനി വരുമൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്തിനാ വരുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ. അവരുടെ അടുത്തേ അവളിനെ പോയി കാണാൻ പറ, മുന്താസിനെ. ഞാൻ പറയാം. ഇതെന്താ അത് പച്ചക്കറി കൂട്ടാൻ വെക്കണ്? എന്താ തീ ഒരാഴ്ചയായിട്ട് ഇറച്ചി മീൻ തന്നെയല്ലേ, എല്ലാവർക്കും മടുത്തു. മീൻകാരൻ വരികയൊക്കെ ചെയ്തു, വാങ്ങിയില്ല. പിന്നെ നിങ്ങൾ വരുന്നതും അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങായിരുന്നു. എനിക്കിപ്പോൾ ഇറച്ചിയും മീനും വേണമെന്നൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. അല്ല, മരുമകൾ വീട്ടുപണിയൊക്കെ ചെയ്യണ്ടാ? അതിനിപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യിക്കണമൊന്നുമില്ല. എന്നിട്ടിപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് എന്തൊക്കെയാ അവൾക്ക് പറ്റും പോലെയൊക്കെ ചെയ്തായിരുന്നോ. എത്ര ഇപ്പം ഒന്നും ചെയ്യാണ്ടിരിക്കാവർട്ടായിരിക്കുവേ. അങ്ങനെ പറ്റും പോലെ ചെയ്താലൊന്നും പോരാ.
എല്ലാ പണിയും ചെയ്ത് ശീലിപ്പിക്കണം. അല്ല പറഞ്ഞാലേ അത് അവർക്കൊരു എളുപ്പമാവുള്ളൂ. അല്ല അതിനിപ്പോൾ അവൾക്ക് ഇതൊക്കെ ചെയ്യാൻ നേരവും വേണ്ടേ അല്ലേ? ഇതിപ്പോൾ നേരം വെളിച്ചാകുമ്പോൾ അങ്ങോട്ട് പോയി പറഞ്ഞ വൈകുന്നേരത്തല്ലേ തിരിച്ചു വരല്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സമയവും വേണ്ടേ? അല്ല ഇപ്പം എന്തിനാപ്പം അവളെ പഠിപ്പിക്കാൻ വിടുന്നു ഇവളെ? അതങ്ങോട്ട് നിർത്തിച്ചൂടെ? എന്താ നിങ്ങളൊരു കൂട്ടം കൂടുകയാണ്? നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ, എന്നിട്ട് നമ്മളത് നിർത്തിക്കേ? നന്നായി. ഓ, പഠിപ്പിച്ചാലേ തരുള്ളൂ. അല്ല എന്തിനാ ഇപ്പം പഠിപ്പിച്ചിട്ട്? ഈ അടുപ്പൂതാൻ തന്നെ അല്ലേ? അയ്യേ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവള് ജോലിക്കും വിടണം. ആ, അത് നന്നായി. ഇനിയിപ്പോൾ അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. അല്ല എന്തിനാ ഇപ്പം അവളെ പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കൊടുത്തിട്ട് അവള് തെണ്ടിച്ചു കൊണ്ടുവന്നിട്ട് വേണം അവളെ കഴിയാൻ? അതുകൊണ്ടല്ല, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവളിങ്ങനെ പഠിപ്പിച്ച്. അതിന് പഠിപ്പിക്കൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇവളെ. അവർ മാത്രമൊന്നല്ലേ, അതൊക്കെ കല്യാണം കഴിയും മുമ്പ് വരെ. കല്യാണം കഴിഞ്ഞാലേ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുമല്ല, ഇപ്പം നീ പഠിപ്പിച്ചിട്ട് അവളെ ജോലിക്ക് വിട്ടാൽ തന്നെ എത്ര കാലം വിടും? കൂടിപ്പോയി അവളൊന്ന് പെറും വരെ വിടും. അത്രയല്ലേ വിടുള്ളൂ അല്ലേ? അപ്പൊ എന്തിനാ അതിനൊക്കെ നിൽക്കണെന്ന്? അതിപ്പോൾ തന്നെ അങ്ങോട്ട് നിർത്തിച്ചു പറഞ്ഞാൽ അവള് മര്യാദയ്ക്ക് വീട്ടുപണിയെങ്കിലും ചെയ്ത് പഠിക്കില്ലേ? പിന്നെ അതുമല്ല, ഇന്നത്തെ കാലമൊക്കെ വളരെ മോശാട്ടാ. അവൾ ഈ പഠിപ്പ് ജോലി പറഞ്ഞിട്ട് പോയാലേ ഈ ചെക്കൻ 2 മാസം കഴിഞ്ഞൊക്കെ പോകും ഗൾഫിക്ക്. പിന്നെ ആരാ അവളെ നിയന്ത്രിക്കാന്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. എന്നാലും നമ്മൾ എന്തിനാ ഇപ്പൊ ഒരു പരീക്ഷണത്തിന് നിൽക്കണെന്ന്? അതൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് അവളെ വീട്ടിലിരുത്താൻ പറ്റുമെന്നോ? അല്ല സ്വർണ്ണമൊക്കെ ഉണ്ട് അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ. അല്ല വിളിച്ചിട്ട് വരുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കണ്ടില്ലേ? ആ, അന്ന് കണ്ടതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എവിടെ? കല്യാണ ദിവസം കഴുത്തിലും കയ്യിലൊക്കെ നിറച്ചുണ്ടായിരുന്നല്ലോ. അതിന് അതൊക്കെ കല്യാണ ദിവസം ഇടാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തതാണേ, അല്ലാണ്ട് അതൊന്നും അവളുടെ വാപ്പ് കൊടുത്തതല്ല. ഇതാ ഇപ്പൊ കോലം. ചുരുക്കി പറഞ്ഞ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഞാനന്ന് പെണ്ണ് കാണാൻ പോയിട്ട് വന്നപ്പോ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞതാണ്, നമുക്കിത് വേണ്ട, ഇത് നമ്മുടെ കുടുംബത്തിന് ശരിയാവില്ല എന്ന്. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും കേട്ടില്ല. ആ വീടും പരിസരമൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞോടെ അതുകൾ ഒരു ഗതിയിലാണ്ട കഴിയണെന്ന്. എന്താ ഒരു കഷ്ടം. ആ ചെക്കനെ എല്ലാരും കൂടിക്കൊണ്ടേ പെടുത്തി. എന്ത് പെടുത്തിന്ന താത്ത നിങ്ങൾ ഈ പറയണ്? അവർക്ക് എത്ര സ്ഥലത്ത് നമ്മൾ പെണ്ണ് കാണാൻ പോയതാണ്. എവിടെന്നെങ്കിലും നല്ലപോലെ ഒന്ന് ശരിയായ ഒക്കെ ഈ വയസ്സിന്റെ പേരും പറഞ്ഞ് മുടങ്ങല്ലേ ചെയ്ത്. മുടക്കാനൊക്കെ എളുപ്പമാണ് താത്ത, ഒന്ന് നടന്നു കിട്ടാനാ പാട്. ആരെങ്കിലൊക്കെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ? ആ, അവളുടെ കുടുംബത്തിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. വിളിച്ചിട്ട് ഇപ്പം എന്താ കാര്യമല്ലേ? പുക ഒഴിവ് കിട്ടണ്ടേ? അവള് പഠിത്തക്കാരിയല്ലേ? ആ, അതിപ്പോൾ ശനി ഞായറൊക്കെ ആയിട്ട് പോകാവർട്ടാണ്. അതാകുമ്പോൾ അവൾക്ക് ക്ലാസ്സും ഉണ്ടാവില്ലല്ലോ. ആ, അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഇവർ വിരുന്നിന് പോയി പറഞ്ഞാൽ ഇവരെപ്പോഴും അത്ര മുന്താസിൻ്റെ അടുത്തേക്ക് പോകുക? ആ പെണ്ണ് ഇവരിനെ കാണണം പറഞ്ഞിട്ട് 2 ദിവസം അവിടെ കാത്തിരിക്കും കൂടി ചെയ്തതാണ്. അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ താത്ത. ഞാൻ വേണമെങ്കിൽ നാളെ അവളുടെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ അവളിനെയും കൂട്ടിയിട്ട് പോകാൻ പറയാം അവൻ്റെ അടുത്ത്. ആ, പറയും പോലെ അങ്ങനെ ചെയ്യട്ടെ. ഇടനേരത്ത് പോകാൻ പറഞ്ഞാൽ മതി. ഉച്ച നേരത്തൊക്കെ പോയാലേ ആ പെണ്ണ് പാടാണ് എന്ന്. എന്തെല്ലാം ഒരുക്കണം. ആ തള്ള അവിടെ വെയ്യാണ്ടും കിടക്കല്ലേ. ഇടനേരത്താകുമ്പോൾ ചായ എന്തെങ്കിലും കടിയും കൊടുത്താൽ മതിയല്ലോ. ആ, പിന്നെ പോകുമ്പോഴേ എൻ്റെ അടുത്ത് വെറും കൈയോടെ പോണ്ടാ പറയട്ടാ. എന്തെങ്കിലും കനത്തിൽ തന്നെ വാങ്ങാൻ പറഞ്ഞോ, അല്ലെങ്കിൽ അവൾക്ക് അതിൻ്റെ മോശത്തരേ അതുകൾ പറയുകയും ചെയ്യും. ഇവളുടെ കുടുംബക്കാർ കാണാൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലാന്ന്. ആ തള്ള പ്രത്യേകിച്ചും പറയും. അതിൻ്റെ ശരീരം കൊണ്ട് വയ്യായിക്കുള്ളൂ, നാക്കിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഞാൻ പറയാം എൻ്റെ അടുത്ത്. കല്യാണത്തിനൊക്കെ എത്ര പൈസ ചെലവായിക്കണ്? എന്താ ഒരു കല്യാണം നടത്തിയതാണ്, ഇത്രയൊക്കെ ആർഭാടം കാട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ചുരുക്കായിരുന്നു. അത് ചെക്കൻ്റെ ഒരു ആഗ്രഹമല്ലേ, നമ്മളെങ്ങനെ അതൊക്കെ വേണ്ടാന്ന് പറയുക? പാഴ്ചെലവായിരുന്നു ഒക്കെ. എന്നിട്ട് എത്ര രൂപ ചിലവായി? പൈസയൊക്കെ ഒരുപാട് ചിലവായി താത്ത. അത് നോക്കിയിട്ട് ഇപ്പോൾ കല്യാണം ചുരുക്കാൻ പറ്റുമോ? നിന്റെ ആങ്ങളാർ വല്ലതും തന്നാ? ആ, അവർക്ക് പറ്റും പോലെയൊക്കെ സഹായിച്ചു. ആ, എനിക്കും തരണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം, കയ്യിൽ വേണ്ടേ? നമ്മളെ ആരോ പറഞ്ഞ പോലെ കഴിയണം. ഞാൻ എന്നിട്ട് ചെക്കൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു, എന്തെങ്കിലും സഹായിക്കണടാന്ന്. ഉണ്ടായിട്ടൊന്നുമല്ല, എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പം അവരും പറഞ്ഞു നീ ഇപ്പം ഒന്നും തരുമൊന്നും വേണ്ടാന്ന്. തരണമെന്നൊക്കെ എനിക്കും നല്ല പൂതിയൊക്കെ ഉണ്ടായിരുന്നു. ആ, പിന്നെ ഇപ്പം എന്താ പറഞ്ഞ, നിങ്ങൾക്ക് തരേണ്ടവരേ ഒന്നും തന്നിട്ടില്ല. ആകെ 5-8 പവനല്ലേ തന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാനേലേ
ഓ എൻ്റെ താത്ത നിങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ കുറച്ചു നേരം അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ, ഞാൻ ഈ കൂട്ടാനൊന്ന് വെക്കട്ടെ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടായില്ല ടോളിയും കൂട്ടാൻ. അപ്പൊ നീ ആ പെണ്ണിനെ വിളിക്കേ, അവളവിടെ വെറുതെ ഇരിക്കുകയല്ലേ? അവളൊന്നും വിളിച്ചാൽ വരില്ല. അതെന്താ അത്രേ? അവൾ അവിടെ പണിതും എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് ഇവിടെയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ചുരുക്കി പറഞ്ഞപ്പോ നിനക്ക് മകളും ഇല്ല മരുമകളും ഇല്ല സഹായത്തിന്. നിന്റെ ഒരു തലയിലെഴുത്തേ. എങ്ങനെ വന്ന്? ഇക്ക ഉണ്ടാക്കി. എന്നിട്ട് അവനെവിടെ? എന്നെ അവിടെ മുകളിൽ ഇറക്കി വിട്ടിട്ട് ഇങ്ങോട്ട് പോകാണ്ട് പറഞ്ഞിട്ട് പോയിക്കണു. എന്നാ അങ്ങോട്ട് കയറി വാ, ഒരു കാര്യം പറയാണ്ട്. എന്താത്താ? ആക്കെ പറയാ, നീ ആദ്യം ഇങ്ങോട്ട് കേറ്. പിന്നെ അമ്മായി വന്നിട്ടുണ്ട് ഇവിടെ. ഏതമ്മായി? അന്ന് നിങ്ങളെ വിളിക്കാൻ വന്നപ്പോ കണ്ടില്ലേ, അവന്റെ മകളെ അവരുടെ ഒരു താത്താനെയൊക്കെ പരിചയപ്പെടുത്തി തന്നില്ലേ. അന്നൊരു കുട്ടിനെയൊക്കെ എടുത്തിട്ട് പേരക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായില്ല താത്ത. നിന്നെ ആദ്യം കാണാൻ വന്നപ്പോ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ, അവര്. അവരാ? അവരിനെ മറക്കോ താത്ത? എപ്പോഴാ വന്ന്? വരലൊക്കെ രാവിലെ വന്നിക്കണോ, നിന്നെ കണ്ടിട്ടേ പോള് പുറത്തിരിക്കുന്നുണ്ട് അവിടെ. പിന്നല്ലേ, അവരെന്തെങ്കിലും ചോദിച്ചാലേ കാര്യമായിട്ടൊന്നും പറയാൻ നിൽക്കണ്ടാട്ടാ. അല്ല, ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, കാര്യം നമ്മുടെ അമ്മായിയൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഭാവം ഇത്തിരി മോശമാണ്. അന്നപ്പോൾ തുടങ്ങിയതാണ് ഓരോരുത്തരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാന്. ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിക്കും. അപ്പം വിശദീകരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നമ്മുടെ മകൻ എന്താ വീടും കൂടി നോക്കിയിരിക്കും കുറ്റം കണ്ടുപിടിക്കാനേ. അത് കുഴപ്പമില്ല താത്ത, ഞാൻ മാനേജ് ചെയ്യാം. പേടിക്കൊന്നും വേണ്ടാട്ടാ, വലിയ മുഖം കൊടുക്കാണ്ടിരുന്നാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ പോകും. നിന്നെ കണ്ടിട്ട് പുകള് പുറത്ത് ഇരിക്കണ അവിടെ. വന്ന നീ എങ്ങനെ വന്ന്? വന്നില്ല വിളിക്കാന്? വന്നു. എന്നെ മനസ്സിലായ? മനസ്സിലായി. അമ്മായി അല്ലേ? അപ്പൊ അറിയാലേ. എന്താ അറിയാണ്ട്, നമ്മളന്ന് കുറേ സംസാരിക്കൊക്കെ ചെയ്തില്ലേ. താത്ത ഉണ്ടോ അവിടെ? ഇല്ല, അവളുടെ വീട്ടിലേക്ക് പോയി. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ അങ്ങോട്ട് പോയത്. ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിയില്ലേ? അപ്പൊ കുറച്ച് ദിവസം കൂടി ലീവ് എടുക്കായിരുന്നില്ലേ? അങ്ങനെ ലീവ് എടുത്താൽ ശരിയാവില്ലേ? ഇതിപ്പോ ഫൈനൽ ഇയർ ആണ്. എന്താണെങ്കിലും എന്താണ്, ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഒരു 10-15 ദിവസമെങ്കിലും ലീവ് എടുക്കായിരുന്നു. അവിടെ അനിയത്തിമാരും പഠിക്കുന്നുണ്ട് അല്ലേ? അവർക്ക് എത്രയിലാ പഠിക്കണ്? ഒരാൾ +2-നും ഒരാൾ 9-ലും. മൂത്തവള് +2-ലായിട്ടുള്ളൂ. ഞാനെന്നാ അവൾക്ക് 10-22 വയസ്സായിട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ടാ. കണ്ട അത്രയൊക്കെ തോന്നുന്നുണ്ടേ. എന്നാലും നിന്റെ വാപ്പാനെ സമ്മതിച്ചൂട്ടാ. നിങ്ങള് മൂന്നാളിനെ പഠിപ്പിക്കലും വീട്ടു ചെലവും ഒക്കെ കൂടി മൂപ്പര് ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ. സമ്മതിക്കണം. പൈസ ഉള്ളവർക്കൊക്കെ ശരി പഠിപ്പിക്കാം. ഇതിപ്പോ കയ്യിലൊന്നും ഇല്ലാണ്ട് എങ്ങനെ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചതാ ഞാൻ ആലോചിക്കുന്നത്. വെറുതെ അല്ലേ ഇവളുടെ കല്യാണത്തിന് ഇവൾക്ക് അധികം സ്വർണ്ണമൊന്നും കൊടുക്കാണ്ടായതേ. ഉള്ള പൈസയൊക്കെ പിന്നെ പഠിപ്പിച്ചപ്പോ തന്നെ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളിത് എന്തിനു കളിപ്പിച്ചു കൂട്ടിയിട്ട് താത്ത? നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കേ. നീ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട, എന്നിട്ട് പോയിട്ട് ആ ചായ എന്തെങ്കിലും എടുത്തു കൊടുക്കേ. ഞാൻ പോകാം അമ്മ. ഞാൻ ആദ്യം അമ്മായിന്റെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് അമ്മായിനെ ആദ്യം കണ്ട പരിചയമൊന്നുമില്ല. എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്താണ് ആദ്യം കണ്ടത് എന്നെ. അതിന് ശേഷം 2-3 പ്രാവശ്യം അത്രയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരാളിനെ ആദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുക. നിങ്ങളന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചതാ. നിങ്ങളുടെ സംസാരവും പെരുമാറ്റമൊക്കെ മഹാമോശമായിരുന്നു. ഞാനിവിടെ പുതിയ ആളാണ്. അപ്പൊ ആദ്യം ഒരാളിനെ പരിചയപ്പെടുന്ന സമയത്ത് എന്തൊക്കെയുണ്ട് വിശേഷം, ഇവിടെയൊക്കെ ഇഷ്ടമായോ, ക്ലാസ്സൊക്കെ എങ്ങനെ പോണോ, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുക. അതൊന്നും ചോദിക്കാണ്ട് സ്വർണ്ണം എത്ര കൊണ്ടുവന്നു, അനിയത്തിമാരെ കണ്ട പ്രായം തോന്നിക്കും, അങ്ങനെയൊക്കെ പറയുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ അടുത്തേ എങ്ങനെയാണെങ്കിൽ കാലങ്ങളായിട്ട് കാണുന്ന ഉമ്മാൻ്റെ അടുത്തും ബാക്കിയുള്ളവൻ്റെ അടുത്തൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ? അയ്യേ, ഇത് എന്താടി ഇത്? എന്തൊക്കെയാ പെണ്ണ് പറയണ്? വന്ന് 2 ദിവസം ആകുമ്പോഴേക്ക് ഇതാപ്പോ കോലം. ഉമ്മാക്കൊന്നും തോന്നണ്ടാട്ടോളി. ഇതൊക്കെ എന്നെയും കൊണ്ട് പറയിപ്പിച്ചതാണ് ഇവര്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങക്ക്? അപ്പൊ അവള് പറയുന്നതൊക്കെ കേട്ടപ്പോ സമാധാനമായല്ലോ. അയ്യേ, ആ പെണ്ണിന്റെ സ്വഭാവം തീരെ ശരിയല്ലാട്ടാ.
നീ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കും നോക്കിയോ. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവുകയാണ്. നന്നായല്ലോ കേട്ടോ നീ പറഞ്ഞത്. അതിനത് കിട്ടണം. ഞാനത് അപ്പത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ഉമ്മാക്കൊക്കെ വിഷമമായിട്ടുണ്ടാവൂല്ലേ? ഉമ്മാക്കൊന്നും ഒരു വിഷമവും ആയിട്ടില്ല. നന്നായുള്ളൂ തന്നെ ഉമ്മയും പറഞ്ഞത്. അവർ പോയെന്നിട്ട് ആ പോയി. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഓടി. ഇനി ഇതൊക്കെയും വാപ്പയക്കാരനെ പ്രശ്നമാവണ പോലെ. അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവർക്കൊക്കെ അറിയാം അതിൻ്റെ സ്വഭാവം. നീ പേടിക്കണ്ട. അതിൻ്റെ പേരിൽ ആരും ഇവിടെ നിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. പേടിക്കണ്ട പറഞ്ഞില്ലേ, പിന്നെന്താണ്? വാ, വന്ന് ചായ കുടിക്കി. വേണ്ട താത്ത, എനിക്ക് ആ കയ്യും കാലൊക്കെ പറിച്ചിട്ട് എന്തോ പോലെ ആവണം. എന്തിന്? ചെന്താ നോക്ക. ഉമ്മ. അതാ എന്തിനാന്ന് ഉമ്മാനെയൊക്കെ വിളിക്കണത്? ഉമ്മാനെയൊന്നും വിളിക്കണ്ട. നിങ്ങളങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ വരാം. ഒന്ന് റിലാക്സ് ആയിട്ട് വരാം.